ഫസ്റ്റ് ഇയറിലെ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്നുള്ള ചാപ്റ്ററാണ്. ആ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്നുള്ള ചാപ്റ്ററിൽ ഇപ്പോൾ റിപ്പീറ്റിൻ്റെ പാറ്റേണിൽ നോക്കിയാൽ ഈ +1 ടോപ്പിക്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ വരുന്നൊരു ചാപ്റ്ററാണ്. മുൻ വർഷങ്ങളിൽ നോക്കിയാൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരിക ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനുള്ള ചാപ്റ്ററിൽ നിന്നാണ്, പിന്നീട് മോർഫോളജിയിൽ നിന്നാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് ഇയറിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന ചാപ്റ്റർ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫാണ്. അപ്പോൾ എന്നാൽ വലിയ കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒന്നും വരാറില്ല. അങ്ങനെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ വളരെ അപൂർവമായിട്ടാണ് ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ നിന്ന് വെളിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഔട്ട്ലൈൻ നോക്കുമ്പോൾ ആ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കണ്ടന്റുകൾ മുഴുവൻ പഠിക്കണം. ഒരു ചെറിയ കണക്ഷൻസ് ഉണ്ടാവും, മറ്റ് ചാപ്റ്ററുകളുമായിട്ടുള്ള കണക്ഷൻസ് കൂടുതലായിട്ട് കാണുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ തുടക്കത്തിലേക്ക് വരുന്നു. ഈ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫിൽ ആദ്യം നമ്മൾ ഇതിൽ കുറച്ച് കോൺട്രിബ്യൂഷൻസ് പഠിക്കും. ഫസ്റ്റ് സെൽ ഡിസ്കവേർഡ് ബൈ, ആദ്യത്തെ സെല്ല് ഡിസ്കവർ ചെയ്തത് റോബർട്ട് ഹുക്ക്. ഫസ്റ്റ് സെൽ ഡിസ്കവേർഡ് ബൈ റോബർട്ട് ഹുക്ക്. എന്നാൽ ഫസ്റ്റ് ലിവിങ് സെൽ ഡിസ്കവേർഡ് ബൈ ആന്റൺ വാൻ ല്യൂവൻഹോക്ക്. ആന്റൺ വാൻ ല്യൂവൻഹോക്ക് ആണ് ഫസ്റ്റ് ലിവിങ് സെൽ. എന്നാൽ ഫസ്റ്റ് ന്യൂക്ലിയസ് ഡിസ്കവേർഡ് ബൈ റോബർട്ട് ബ്രൗൺ. ആദ്യത്തെ ന്യൂക്ലിയസ് റോബർട്ട് ബ്രൗൺ ആണ് കണ്ടുപിടിച്ചത്. ഇതാണ് ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. അതിൽ റോബർട്ട് ഹൂക്ക് നമ്മൾ അഡീഷണലി ചേർത്താണ്. ലിവിങ് സെല്ല് ആന്റൺ വാൻ ല്യൂവൻഹോക്ക്, ന്യൂക്ലിയസ് റോബർട്ട് ബ്രൗൺ പ്ലസ് ഫസ്റ്റ് സെൽ റോബർട്ട് ഹൂക്ക്. ഇതാണ് കോൺട്രിബ്യൂഷൻസിന്റെ തുടക്കം. ഈ കോൺട്രിബ്യൂഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നീട് വരുന്നതിൽ സെൽ തിയറി എന്ന് പറയുന്ന പാർട്ടിലേക്കാണ്. സോ അടുത്തത് സെൽ തിയറിയാണ്. എന്താ സെൽ തിയറി എന്ന് ചോദിച്ചാൽ, all organisms are made up of cells. എല്ലാ ഓർഗാനിസവും സെൽസ് ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പറയാം സെൽ ഈസ് ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ്. സെൽ എന്ന് പറയുന്നത് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ് ആണ് എന്ന് പറയുന്നതാണ് സെൽ തിയറി. ഇനി ഈ സെൽ തിയറി പ്രപ്പോസ് ചെയ്തതാരാണ്? സെൽ തിയറി പ്രപ്പോസ്ഡ് ബൈ സ്ലീഡൻ ആൻഡ് ഷ്വാൻ. രണ്ടുപേര് ചേർന്നിട്ടാണ് സെൽ തിയറി പ്രപ്പോസ് ചെയ്തത്, സ്ലീഡൻ ആൻഡ് ഷ്വാൻ. അതിൽ സ്ലീഡൻ എന്ന് പറയുന്ന ആൾ ബൊട്ടാണിസ്റ്റ് ആയിരുന്നു, ഷ്വാൻ ജോളജിസ്റ്റ് ആയിരുന്നു. സ്ലീഡൻ പറഞ്ഞത് all plant cells are അല്ലെങ്കിൽ all plants cells എന്ന് വേണ്ട, all plants are made up of, എല്ലാ പ്ലാന്റും made up of cells. all plants are made up of cell എന്ന് പറഞ്ഞു സ്ലീഡന്റെ കോൺട്രിബ്യൂഷൻ. ഷ്വാൻ പറഞ്ഞത് all animals are made up of cells. ഷ്വാൻ പറഞ്ഞ കോൺട്രിബ്യൂഷൻ എല്ലാ അനിമലും സെല്ല് കൊണ്ടാണ്, സ്ലീഡൻ പറഞ്ഞത് എല്ലാ പ്ലാന്റും സെല്ല് കൊണ്ടാണ്. അതുകൊണ്ടാണ് രണ്ടുപേരുടെയും കൂടെ തിയറി ചേർത്ത് സെൽ ഈസ് എ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഓൾ ഓർഗാനിസം അല്ലെങ്കിൽ ലൈഫ് എന്ന് പറഞ്ഞത്. കഴിഞ്ഞിട്ടില്ല. സ്ലീഡന്റെ ഈ കോൺട്രിബ്യൂഷൻ കഴിഞ്ഞ് ഷ്വാന്റെ കോൺട്രിബ്യൂഷനിലേക്ക് വന്നപ്പോൾ ഷ്വാൻ പറഞ്ഞത് എല്ലാ അനിമലും സെല്ല് കൊണ്ടാണ്. കഴിഞ്ഞില്ല, അഡീഷണലി പറയുന്നുണ്ട് ഇറ്റ് കണ്ടെയ്ൻ സെൽ മെംബ്രെയിൻ, അതായത് സെൽ മെംബ്രെയിൻ എന്ന് പറയുന്ന ഒരു ലെയറാണ് സെല്ലിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അടുത്തത് സെൽ വോൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ യുണീക് പ്രോപ്പർട്ടി ഓഫ് പ്ലാന്റ്. ഇതും ഷ്വാന്റെ കോൺട്രിബ്യൂഷൻ ആണ്. അപ്പൊ ഷ്വാന്റെ കോൺട്രിബ്യൂഷൻ ഓൾ ആനിമൽസ് ആർ മേഡ് അപ്പ് ഓഫ് സെൽ. 2, സെൽ മെംബ്രെയിൻ ഈസ് ദ ഔട്ടർ ലിമിറ്റിംഗ് ലെയർ. 3, സെൽ വോൾ ഈസ് എ യുണീക് ഫീച്ചർ ഫോർ പ്ലാന്റ്. ഈ 3 കാര്യങ്ങളും ഷ്വാന്റേതാണ്, സ്ലീഡന്റേത് ഈ ഒരു കാര്യം മാത്രം. അപ്പൊ സെൽ തിയറി എന്താണെന്നും അത് പ്രപ്പോസ് ചെയ്ത് ആരാണെന്നും അവരെന്താണ് പറഞ്ഞത് എന്നുള്ളതും പറഞ്ഞു. ഇനി അതിന്റെ ബാക്കി സെൽ തിയറി മോഡിഫൈഡ് ബൈ, ഈ സെൽ തിയറിയുടെ മോഡിഫിക്കേഷൻ, അപ്ഡേഷൻ, ദ സെൽ തിയറി മോഡിഫൈഡ് ബൈ റുഡോൾഫ് വിർഷോ. സെൽ തിയറി മോഡിഫൈ ചെയ്ത് റുഡോൾഫ് വിർഷോ ആണ്. അതിൽ വിർഷോ പറഞ്ഞ തിയറി ഇതാണ്, ഒംനിസ് സെല്ലുല ഇ സെല്ലുല. ഒംനിസ് സെല്ലുല ഇ സെല്ലുല. സോ വിർഷോ പറഞ്ഞ കോൺട്രിബ്യൂഷൻ ആണ് ഒംനിസ് സെല്ലുല ഇ സെല്ലുല. എന്താ അതിന്റെ മീനിങ്? ഓൾ സെൽസ് ഫോമിംഗ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽ. എല്ലാ സെല്ലും ഉണ്ടായിരിക്കുന്നത് പ്രീ എക്സിസ്റ്റിംഗ് സെൽസിൽ നിന്നാണെന്ന് പറഞ്ഞതാണ് ഒംനിസ് സെല്ലുല ഇ സെല്ലുല അല്ലെങ്കിൽ വിർഷോ പറഞ്ഞ കോൺട്രിബ്യൂഷൻ. അപ്പൊ സെൽ തിയറി എന്ന് പറഞ്ഞാൽ അതിൽ 2 പോയിന്റാണ് മെയിനായിട്ട്. ഒന്ന്, ഓൾ ഓർഗാനിസംസ് ആർ മേഡ് അപ്പ് ഓഫ് സെൽ. 2, ഓൾ സെൽസ് ഫോമിംഗ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ്. ഈ 2 കാര്യങ്ങളാണ് സെൽ തിയറിയിൽ വരുന്നത്. അപ്പൊ സെൽ തിയറി എന്താണെന്ന് പറഞ്ഞു. അതിനുശേഷം ടെക്സ്റ്റ് നോക്കിയാൽ ഓവർവ്യൂ ഓഫ് സെൽ എന്നൊരു ടൈറ്റിൽ ഉണ്ടാവും.
ഈ ഓവർവ്യൂ പ്രത്യേകിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ ഈ ചാപ്റ്റർ ആദ്യമായിട്ട് പഠിക്കുമ്പോഴാണ് നമ്മൾ അതിന്റെ ഓവർവ്യൂ പറയുക. സെല്ലിന് വോൾ ഉണ്ടാവാം, മെമ്പറൈൻ ഉണ്ടാവാം, അതിൽ സൈറ്റോപ്ലാസം എന്ന് പറയുന്ന മെയിൻ അരേന ഓഫ് സെല്ലുലർ ആക്ടിവിറ്റി, ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റി നടക്കേണ്ട സൈറ്റോപ്ലാസിലാണ്. അവിടെ കൺട്രോളിംഗ് സെന്റർ ന്യൂക്ലിയസ് ആണ്. അങ്ങനെയുള്ള പ്രോപ്പർട്ടീസ്, അല്ലെങ്കിൽ അനിമൽ സെല്ലിൽ മെമ്പറൈൻ ഇല്ലാത്ത സെൻട്രിയോൾ, ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ ഇൻട്രൊഡക്ഷനിൽ സെൽ ആദ്യമായിട്ട് പഠിക്കുമ്പോഴാണ് പറയുന്നത്. ഇവിടെ ഓൾറെഡി നമ്മളത് ഒരു പ്രാവശ്യം പഠിച്ചതുകൊണ്ട്, സ്കൂൾ ആ ഒരു സമയത്ത് പഠിച്ചതുകൊണ്ട് നമ്മളിപ്പോൾ ആ ഒരു ടൈറ്റിൽ വേണ്ട. ഇവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇൻഡയറക്ട്ലി ഈ ടേംസ് എല്ലാം അവിടെ വരും. ഓക്കെ, അതുകൊണ്ട് ആ ഒരു പോർഷൻ പറയുന്നില്ല. ഇനി നമ്മൾ പറയുക അതിലെ ഷേപ്പ്, സൈസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ പഠിക്കേണ്ട കാര്യങ്ങൾ, അതിലെ ഷേപ്പും സൈസും ഒരു ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റ് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അതിലെ ഷേപ്പ് ഓഫ് ദി സെല്ല് പറയും. ഈ ഷേപ്പ് ഓഫ് ദി സെല്ല് പ്രകാരം നമ്മൾ പഠിക്കുന്ന ആ ലിസ്റ്റ് നോക്കുക. ആർ ബി സിയുടെ ഷേപ്പ് ബൈ കോൺകേവ് ആണ്. ബൈ കോൺകേവ് ആൻഡ് റൗണ്ട് ബൈ കോൺകേവ് ആണ് ആർ ബി സി. അതേപോലെ രണ്ടാമത്തേതാണ് ഡബ്ല്യു ബി സി. ആർ ബി സി എന്ന് പറഞ്ഞാൽ ബൈ കോൺകേവ് ആണ്, റൗണ്ട് ആണ്. ഡബ്ല്യു ബി സി എന്ന് പറഞ്ഞാൽ അമീബോയിഡ് എന്നാണ് പറയുക. ഈ അമീബോയിഡിന്റെ പ്രത്യേകിച്ച് ഷേപ്പ് ഇല്ല. ഓക്കെ, അപ്പോൾ അതിന് എക്സാമ്പിൾ മറ്റൊന്നുകൂടി ഉണ്ട്, അമീബ. അതുകൊണ്ടാണ് അതിന്റെ പേര് അമീബോയിഡ് എന്ന് വന്നത്, പ്രോപ്പർ ഷേപ്പ് ഇല്ലാത്തത്. പിന്നീട് വരുന്നതാണ് ട്യൂബുലാർ. ട്യൂബുലാർ ആയിട്ട് കാണപ്പെടുന്ന വെസൽ, സൈലം വെസലൊക്കെ ട്യൂബുലാർ ആണ്. അതേപോലെ തന്നെയാണ് പോയിന്റഡ് സെൽ, ലോങ് പോയിന്റഡ് സെൽ, വലിയ പോയിന്റഡ് സെല്ലാണ് ട്രക്കീഡ്. ഓക്കെ, അതേപോലെ തന്നെയാണ് കോളം പോലെ കാണപ്പെടുന്ന സെല്ല് എപ്പിത്തീലിയമാണ്, കൊളുമിനാർ എപ്പിത്തീലിയം. പിന്നെയുള്ളത് ഇതേപോലെ ഇപ്പോൾ ബ്രാഞ്ചഡ് സെല്ലാണ് നെർവ് സെല്ല്. ഓക്കെ, അതേപോലെ ഓവൽ ഷേപ്പിൽ, റൗണ്ട് ഷേപ്പിലൊക്കെ കാണുന്നതാണ് മീസോഫിൽ സെല്ല്. ഓക്കെ, ഇതൊക്കെയാണ് ഷേപ്പ് അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ. അപ്പോൾ നമ്മളൊരു സെല്ലിനെ ഷേപ്പ് അനുസരിച്ച് ക്ലാസിഫൈ ചെയ്താൽ ഈ ആർ ബി സി, ഡബ്ല്യു ബി സി, ട്യൂബുലാർ, ഇങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ട്. ഈ ലിസ്റ്റ് ഒന്ന് കാണാതെ പഠിക്കണം. പിന്നീട് നമ്മൾ നോക്കുക സൈസ് ഓഫ് ദ സെല്ലാണ്. ഷേപ്പ് കഴിഞ്ഞു, ഇനി അതിലെ സൈസ് പറയും. സൈസ് ഓഫ് ദ സെൽ. ഈ സൈസ് ഓഫ് ദ സെൽ നോക്കിയാൽ സെല്ലിന്റെ സൈസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുക. ആ സൈസ് നോക്കിയാൽ, ഒന്ന് നമ്മളിപ്പോൾ പ്രൊകാരിയോട്ടിക് സെൽ എടുക്കുക. പ്രൊകാരിയോട്ടിക് സെല്ല് 1 to 5 µm ആണ്. ടെക്സ്റ്റിൽ രണ്ട് സ്ഥലത്ത് രണ്ടായിട്ട് പറയുന്നുണ്ട്. ഒന്ന് 3 to 5 µm പറയുന്നുണ്ട്, 1 to 3 പറയുന്നുണ്ട്. സോ നമ്മൾ അതിനെ ജനറലൈസ് ചെയ്യുന്നു 1 to 5 µm. അതേപോലെ പ്രൊകാരിയോട്ടിക് സെല്ല് കഴിഞ്ഞു, ഇനി യുകാരിയോട്ടിക് സെല്ലിലേക്ക് വരുന്നു. യുകാരിയോട്ടിക് സെല്ലിലേക്കാണെങ്കിൽ അത് 10 to 20 µm ആണ്. എന്നാൽ ഏറ്റവും ചെറിയ സെൽ എന്നറിയപ്പെടുന്ന മൈക്കോപ്ലാസ്മ. ഈ മൈക്കോപ്ലാസ്മയുടെ റേഞ്ച് 0.1 to 0.3 µm ആണ് ഇതിന്റെ റേഞ്ച്. അതിൽ ഈ 0.1 µm ഉള്ള സെല്ല്, 0.1 to 0.3 ആണ് ഇതിന്റെ സൈസ്. അതിൽ 0.1 µm ഉള്ളത് ഏതാണ്? PPLO എന്ന് പറയുന്ന കാറ്റഗറിയാണ്. സോ മൈക്കോപ്ലാസ്മയുടെ 0.1 to 0.3 µm, അതിൽ 0.1 വരിക PPLO അല്ലെങ്കിൽ പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം എന്ന് പറയുന്നതാണ്. മൂന്നെണ്ണമായി. അതേസമയം വൈറസ് എന്ന് പറയുന്നതിന്റെ സൈസിലേക്ക് വരുന്നു. വൈറസ് എന്ന് പറഞ്ഞതിന്റെ പ്രത്യേകത 0.02 to 0.2 µm സൈസാണ്. അപ്പോൾ ഓരോന്നിന്റെ സൈസ് നമ്മൾ പറഞ്ഞു. ഈ സൈസ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കുക. വൈറസിൻ്റെ 0.02 to 0.2 µm ആണ്. അതേപോലെ അഡീഷണലി നമ്മൾ പറയും ഇപ്പോൾ RBC, ഇറ്റ് ഷോസ് 7 µm സൈസ്. RBCD 7 µm ആണ് സൈസ്. ഇതൊക്കെയാണ് നോർമലി ഇപ്പോൾ മ്യൂമീറ്ററിൽ പറയുന്നത്. ഇപ്പോൾ അതേസമയം ഏറ്റവും വലിയ സെല്ല് എഗോഫോസ്റ്റിച്ച്, അത് കുറച്ചുകൂടി വലുതാണ്. നമുക്ക് മ്യൂമീറ്റർ പറയേണ്ട കാര്യമില്ല, സെന്റിമീറ്റർ തന്നെ പറയാൻ പറ്റും. അത്രയും വലിയ സെല്ലാണ്. ഇതാണ് ഷേപ്പ് ഓഫ് ദ സെൽ, സൈസ് ഓഫ് ദ സെൽ, രണ്ട് കാറ്റഗറിയായി. ഇനി ഒരു ടൈറ്റിൽ ഉള്ളത് ഇവിടെ ടൈപ്പ് ഓഫ് ദ സെല്ലാണ്. ടൈപ്പ് ഓഫ് ദ സെൽ. സെല്ലിന്റെ കാര്യത്തിൽ രണ്ട് ടൈപ്പാണ്, പ്രോകാരിയോട്ടിക് ആൻഡ് യുകാരിയോട്ടിക്. പ്രോകാരിയോട്ടിക് ആൻഡ് യുകാരിയോട്ടിക് എന്ന് പറയും. ഇപ്പം രണ്ട് ടൈപ്പ് സെല്ലാണ്, പ്രോകാരിയോട്ടിക് സെല്ലും യുകാരിയോട്ടിക്കും. അതിൽ നമുക്ക് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ഇതിനെക്കുറിച്ച് രണ്ടിനെ കുറിച്ചുമാണ്. പ്രൊകാരിയോട്ടിക് പഠിക്കണം, യുകാരിയോട്ടിക്കും പഠിക്കണം. അപ്പോൾ അടുത്ത ടൈറ്റിൽ നമ്മൾ ഇനി പറയുക പ്രൊകാരിയോട്ടിക് സെല്ലാണ്. നെക്സ്റ്റ് ടൈറ്റിൽ പ്രൊകാരിയോട്ടിക്. അതിനു മുമ്പ് നമ്മൾ ഈ പറഞ്ഞ സെഷനിലെ, അതായത് ഈ മൊഡ്യൂളിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് അടുത്തതിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കഷന് ശേഷം പ്രൊകാരിയോട്ടിക് തുടങ്ങും. സോ ക്വസ്റ്റ്യൻ നമ്പർ 1, ദ മെയിൻ അരീന ഓഫ് വേരിയസ് ടൈപ്സ് ഓഫ് ആക്ടിവിറ്റി ഓഫ് എ സെൽ ഈസ്. ഒരു സെല്ലിൽ ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റീസ് നടക്കുന്നത് എവിടെയാണ്? നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ് അങ്ങനെ തന്നെ പഠിക്കുന്നുണ്ട്. ഓപ്ഷൻ 2 സൈറ്റോപ്ലാസത്തിലാണ്.
Second question, the concept of omnicellular e-cellular regard cell division was first proposed by omnicellular e-cellular. അതായത് നമ്മൾ പറഞ്ഞിരുന്നു ദ സെൽ ഫോമിംഗ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽ എന്നുള്ളതാണ് കാരണം, അല്ലെങ്കിൽ അതിനെയാണ് ഒംനിസെല്ലുലാർ e-cellular എന്ന് പറഞ്ഞത്. ആൻഡ് ഇറ്റ് ഇസ് പ്രൊപ്പോസ്ഡ് ബൈ റുഡോൾഫ് വിർഷോ. ഓപ്ഷൻ 2 ആണ്. സോ ഈ പ്രീവിയസ് ഇയറിൽ ഈ സെഷനിൽ നിന്ന് വന്നിരുന്നത് ഈ 2 ക്വസ്റ്റ്യൻ മാത്രമാണ്. പ്രീവിയസ് ഇയർ ഓൾ ഇന്ത്യയിൽ വന്നിരുന്ന ക്വസ്റ്റ്യൻ ഇത് 2 മാത്രമാണ്. രണ്ടാമത്തെ മൊഡ്യൂൾ പ്രൊകാരിയോട്ടിക് സെല്ലാണ്. ഈ പ്രൊകാരിയോട്ടിക് സെൽ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ നമ്മൾ കോമൺ ആയിട്ട് പഠിക്കുന്ന എക്സാമ്പിൾ ബാക്ടീരിയമാണ്. സോ കോമൺ എക്സാമ്പിൾ ഈസ് ബാക്ടീരിയം. അപ്പോൾ ഈ ബാക്ടീരിയത്തെ റെപ്രസെന്റ് അല്ലെങ്കിൽ ബാക്ടീരിയത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രൊകാരിയോട്ടിക് സെല്ലിന്റെ ബാക്കി പറയുക. ആദ്യം നമ്മൾ ഇതിന്റെ സ്ട്രക്ചർ പറയാം. ഞാനിതിന്റെ സ്ട്രക്ചർ ഇവിടെ വരയ്ക്കാം. പ്രൊകാരിയോട്ടിക് സെല്ലിന്റെ സ്ട്രക്ചർ നോക്കിയാൽ ഏറ്റവും വെളിയിൽ ശരിക്കും നമ്മൾ സ്ട്രക്ചർ വൈസ് പറയുമ്പോൾ സെൽ വോൾ എന്ന് പറയും. സെൽ വോൾ അല്ല വെളിയിൽ. സെൽ വോളിൻ്റെയും വെളിയിൽ എന്നുണ്ട്. ഞാൻ സെൽ വോൾ ലേബൽ ചെയ്തു. അതിൻ്റെയും വെളിയിൽ ഒരു ലെയർ ഉണ്ട്. ദ സെൽ വാൾ എക്സ്റ്റേണലി പ്രൊട്ടക്റ്റഡ് ബൈ എ ലെയർ കോൾഡ് ഗ്ലൈക്കോകാലിക്സ്. അതിന് വെളിയിലുള്ള ലെയറിനെ ഗ്ലൈക്കോകാലിക്സ് എന്നാണ് പറയാം. അപ്പോൾ സെൽ വോളിൻ്റെ വെളിയിൽ ഗ്ലൈക്കോകാലിക്സ്. എന്താ ഗ്ലൈക്കോകാലിക്സിന്റെ പ്രത്യേകത? ഇറ്റ് ഈസ് എ ഔട്ടർ ലെയർ വിച്ച് പ്രൊട്ടക്ട് ദ സെൽ വോൾ. ആൻഡ് ഗ്ലൈക്കോകാലിക്സ് മേ ബി 2 ഓപ്ഷനാണ്. ഇറ്റ് മേ ബി ലൂസ്. ഗ്ലൈക്കോകാലിക്സ് ലൂസ്ലി അറേഞ്ച്ഡ് ആണ്. നമ്മളതിനെ എന്ത് പേര് വിളിക്കും? സ്ലൈം ലെയർ എന്ന് പറയും. സപ്പോസ് ഗ്ലൈക്കോകാലിക്സ് തിക്കാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് വിളിക്കും? ക്യാപ്സൂൾ എന്ന് വിളിക്കും. അപ്പോൾ ഗ്ലൈക്കോകാലിക്സ് തിക്കാണെങ്കിൽ ക്യാപ്സൂൾ, ലൂസ്ലി അറേഞ്ച്ഡ് ആണെങ്കിൽ സ്ലൈം ലെയർ. പിന്നെയുള്ളത് സെൽവാളാണ്, അതിനുശേഷമുള്ള രണ്ടാമത്തെ ലെയർ. ഇനി സെൽവാളിൻ്റെ ഉള്ളിലേക്ക് നോക്കിയാൽ ഇറ്റ് കണ്ടെയ്ൻസ് സെൽ മെംബ്രെയിൻ. സെൽവാളിൻ്റെ ഉള്ളിൽ സെൽ മെംബ്രെയിൻ ആണ്. ഇതാണ് സെൽ മെംബ്രെയിൻ എന്ന് പറഞ്ഞത്. ഓക്കെ, ഈ സെൽ മെംബ്രെയിൻ്റെ പ്രത്യേകത ഇറ്റ് കണ്ടെയ്ൻ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ കോൾഡ് മീസോസോം. അതിൻ്റെ പ്രത്യേകത മീസോസോം എന്നാണ്. ഇനി നമ്മൾ ഈ ആദ്യം പറഞ്ഞിരിക്കുന്ന ഗ്ലൈക്കോകാലിക്സ്, സെൽ വാൾ, സെൽ മെംബ്രെയിൻ, ഇതിനെ മൂന്നിനെയും കൂടെ ചേർത്ത് വിളിക്കുക സെൽ എൻവലപ്പ് എന്നാണ്. അതായത് ഒരു പ്രൊകാരിയോട്ടിക് സെല്ലിന്റെ ഏറ്റവും വെളിയിൽ കാണുക സെൽ എൻവലപ്പാണ്. ഇറ്റ് കണ്ടെയ്ൻ 3 ലെയർ. ഔട്ടർ ഗ്ലൈക്കോകാലിക്സ്, അതിന്റെ ഓപ്ഷൻസ് പറഞ്ഞു. 2 സെൽ വാൾ, അത് പ്രൊട്ടക്റ്റീവ് ആണ്. പിന്നെ സെൽ മെംബ്രെയിൻ. ഇതിൽ ഈ സെൽ മെംബ്രെയിൻ മാത്രമാണ് ലിവിങ് അല്ലെങ്കിൽ ഫ്രീലി പെർമിയബിൾ. ബാക്കി രണ്ടും നോൺ ലിവിങ് ആണ്. ഈ സെൽവാളിന്റെയും ഗ്ലൈക്കോകാലിക്സിന്റെയും കോംപ്ലക്സിറ്റിക്ക് അനുസരിച്ച് അതിന്റെ സ്റ്റെയിനിങ്, അതായത് ഒരു കളറിനോടുള്ള റെസ്പോൺസ് വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് നമ്മൾ അതിന്റെ കോംപ്ലക്സിറ്റിക്ക് അനുസരിച്ച് അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ്. അതായത് ഗ്രാം സ്റ്റെയിൻ എന്ന് പറയുന്ന സ്റ്റെയിൻ അപ്ലൈ ചെയ്യുമ്പോൾ ആ സ്റ്റെയിൻ എടുക്കുകയാണെങ്കിൽ, ആ സ്റ്റെയിൻ റിസീവ് ചെയ്താൽ ഗ്രാം പോസിറ്റീവ്, ഗ്രാജുവലി ആ സ്റ്റെയിൻ ലൂസ് ആയാൽ ഗ്രാം നെഗറ്റീവ്. ഇതാണ് ക്ലാസിഫിക്കേഷൻ ഉപയോഗിക്കുന്ന ക്രൈറ്റീരിയ. അതായത് നമുക്ക് ഗ്രാം സ്റ്റെയിനിങ്ങിനെ കുറിച്ച് പഠിക്കാനുള്ളൂ. അത് ആ ഗ്ലൈക്കോകാലിക്സും സെൽ വോളും ചേർത്തിട്ടാണ്. അത് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. ഇത് ആ ക്ലാസിഫിക്കേഷനിൽ സ്റ്റെയിനിങ്ങിനുള്ള റെസ്പോൺസ് അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യാനും ഉപയോഗിക്കാം. സെൽ മെംബ്രെയിൻ ലിവിംഗ് ആണ്, സെലക്റ്റീവ്ലി പെർമിയബിൾ ആണ്. അതിലുണ്ടാവുന്ന മീസോസോം. ഈ മീസോസോമിന്റെ പ്രത്യേകത ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ആണ്. ഇറ്റ് ഹെൽപ്സ് ഇൻ റെസ്പിറേഷൻ, റെസ്പിറേഷന് സഹായിക്കും. സെൽ ഡിവിഷൻ, ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തു വന്നാൽ ഡിവൈഡ് ചെയ്യാൻ സഹായിക്കും. അതേപോലെ സെക്രീഷന് സഹായിക്കും, അബ്സോർപ്ഷന് സഹായിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് പ്രോപ്പർട്ടീസ് മീസോസോമിനുണ്ട്. അഡീഷണലി നമ്മൾ പറയുക ഈ ബ്ലൂ ഗ്രീൻ ആൽഗിയ പോലുള്ള കാറ്റഗറിയിൽ ഈ മീസോസോമിൽ ഇതുപോലുള്ള പ്രൊജക്ഷൻസ് ഉണ്ടാവും. അതായത് പിഗ്മെന്റ് ആണ്. അപ്പോൾ ബ്ലൂ ഗ്രീൻ ആൽഗി അല്ലെങ്കിൽ BGAയിൽ ഈ പറഞ്ഞ മീസോസോമിൽ ക്ലോറോഫിൽ പ്രസന്റ് ആണ്. ക്ലോറോഫിൽ ഓൺ മീസോസോമിൽ ഉണ്ടാവും. ആ പ്രൊജക്ഷനെ നമ്മൾ എന്ത് വിളിക്കും? ക്രോമറ്റോഫോർ എന്നാണ് പറയാം. ഇറ്റ്സ് കോൾഡ് ക്രോമറ്റോഫോർ. എന്താ ക്രോമറ്റോഫോർ എന്ന് പറഞ്ഞാൽ? മീസോസോം വെച്ച് കണ്ടെയ്ൻ അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ വെച്ച് കണ്ടെയ്ൻ ക്ലോറോഫിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എന്തായിരിക്കും ഫംഗ്ഷൻ? ഫോട്ടോസിന്തസിസ്. ഓക്കെ, ഇനി ഈ മീസോസോമിന് പല ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഈ മീസോസോം എന്ന് പറഞ്ഞത് ഞാൻ വരച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് വരച്ചിരിക്കുന്നത്. അത് അങ്ങനെ തന്നെ വേണമെന്നില്ല. ഇറ്റ് മേ ബി വെസിക്കിൾ പോലെ കാണാം, അല്ലെങ്കിൽ ട്യൂബ്യൂൾ, അതല്ലെങ്കിൽ നെറ്റ്വർക്ക് പോലെ ലാമല്ല. അപ്പോൾ ഒരു സ്പെറിക്കൽ ബോഡി ആയിട്ട് കാണപ്പെട്ടാൽ ഇറ്റ്സ് കോൾഡ് വെസിക്കിൾ. സ്പെറിക്കൽ ബോഡി ആണെങ്കിൽ അതിനെ വെസിക്കിൾ എന്ന് പറയും. ഇറ്റ്സ് കോൾഡ് വെസിക്കിൾ. ബ്രാഞ്ചിനാണെങ്കിൽ അതിനെ ട്യൂബ്യൂൾ. ആൻഡ് ദ നെറ്റ്വർക്ക് ഈസ് കോൾഡ് ലാമല്ല. ആ നെറ്റ്വർക്കിനെ നമ്മൾ
ലാമല്ല എന്ന് പറയും. ഇങ്ങനെ 3 പാർട്ടാണ് അല്ലെങ്കിൽ 3 ഫോമിൽ കാണപ്പെടാം. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ആ എൻവലപ്പ് പറഞ്ഞു. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തേതിലേക്ക് വരുന്നു സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസത്തിൽ ഇറ്റ് കണ്ടെയ്ൻ DNA. ഇതാ ഇവിടെ DNA ഉണ്ടാവും. പ്രൊകാരിയോട്ടാണ്. അപ്പോൾ എന്തായിരിക്കും? DNA ഈസ് നീക്കഡ്. ഞാൻ എല്ലാ പോയിന്റും ബോർഡിൽ എഴുതില്ല, കാരണം നമുക്ക് ബോർഡിൽ എഴുതാവുന്ന പോയിന്റുകൾക്ക് ലിമിറ്റ് ഉണ്ട്. പക്ഷേ എല്ലാ പോയിന്റും ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് അതിൻ്റെ നോട്ട് എഴുതിയെടുക്കാം. നിങ്ങൾക്ക് ആ സംഭവം മനസ്സിലായില്ലെങ്കിൽ ഒന്ന് റീപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ നോട്ട് എഴുതാം. ഞാനിപ്പോൾ DNA എന്ന് മാത്രമേ എഴുതിയുള്ളൂ, നേക്കഡ് ആണെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, എഴുതിയിട്ടില്ല. നിങ്ങൾക്ക് കോപ്പി ചെയ്യാം. ഓക്കെ, സോ DNA ഈസ് നേക്കഡ്. നേക്കഡ് DNA ആണ്. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻ RNA. RNA ഉണ്ടാവും. റൈബോസോംസ്. ഈ റൈബോസോംസിന് ഒരു പ്രത്യേകതയുണ്ട്. ഇറ്റ് ഈസ് 70S. 70S റൈബോസോമാണ് വിത്ത് 2 സബ് യൂണിറ്റ്സ്. 50Sഉം 30Sഉം ചേർന്ന 2 സബ് യൂണിറ്റ് ആണ്. അങ്ങനെ 70S റൈബോസോമാണ് പ്രൊകാരിയോട്ടിക്കിന്റെ സൈറ്റോപ്ലാസം ഉണ്ടാവുക. ഇനി ചില കേസുകളിൽ നമ്മൾ നോക്കിയാൽ ഈ റൈബോസോം പോയി RNAയുമായിട്ട് അറ്റാച്ച് ചെയ്ത് കാണപ്പെടും. ഓക്കെ, അപ്പോൾ RNA നോർമലി കാണപ്പെടും. സപ്പോസ് RNA പ്ലസ് റൈബോസോം ആണെങ്കിൽ നമ്മളതിനെ വിളിക്കുന്ന പേര് പോളിസോം അല്ലെങ്കിൽ പോളി റൈബോസോം എന്ന് പറയും. പോളിസോം അല്ലെങ്കിൽ പോളി റൈബോസോം. ഇതാണ് റൈബോസോമിന്റെയും RNAയുടെയും പ്രത്യേകത. ഇത് കൂടാതെ പ്രൊകാരിയോട്ടിക് സെല്ലിൽ എക്സ്ട്രാ ക്രോമസോമൽ മെറ്റീരിയൽ ഉണ്ടാവും. ഈ DNA കൂടാതെ ഇനിയൊരു DNA കൂടി കാണുന്നു. ദാറ്റ് ഈസ് സർക്കുലർ ആണ്. സെൽഫ് റെപ്ലിക്കേറ്റിംഗ് ആണ്. ഓക്കെ, ദെൻ ഡബിൾ സ്റ്റാൻഡേർഡ് DNA. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്ലാസ്മിഡ്. എക്സ്ട്രാ ക്രോമസോമൽ ഡബിൾ സ്റ്റാൻഡേർഡ് സെൽഫ് റെപ്ലിക്കേറ്റിംഗ് ഡബിൾ സ്റ്റാൻഡേർഡ് DNA ഈസ് കോൾഡ് പ്ലാസ്മിഡ്. അതാണ് പ്ലാസ്മിഡ്. പ്ലാസ്മിഡിന്റെ പ്രത്യേകത ബയോടെക്നോളജിയിൽ പഠിക്കുന്നതാണ്. ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ട്, നമ്മൾ വെക്ടറായിട്ട് ഉപയോഗിക്കും, ആ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. ദെൻ ഇത് കൂടാതെ ഇനി സൈറ്റോപ്ലാസിൽ എന്തുണ്ടാവും? ഇൻക്ലൂഷൻ ബോഡീസ് എന്ന് പറയും. സോ നെക്സ്റ്റ് വൺ ഈസ് കോൾഡ് ഇൻക്ലൂഷൻ ബോഡീസ്. എന്താ ഇൻക്ലൂഷൻ ബോഡീസ് എന്ന് പറഞ്ഞാൽ? ഇൻക്ലൂഷൻ ബോഡീസ് എന്ന് പറഞ്ഞാൽ സ്റ്റോറേജ് ബോഡീസ്. ഇൻക്ലൂഷൻ ബോഡീസ് ആർ ദ സ്റ്റോറേജ് ബോഡീസ്. ഇൻക്ലൂഷൻ ബോഡീസ് സ്റ്റോറേജ് ബോഡീസ് ആണ്. എന്താ സ്റ്റോറേജ് ബോഡി എന്ന് പറഞ്ഞാൽ? ഫുഡ് സ്റ്റോർ ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ ഫുഡ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇൻക്ലൂഷൻ ബോഡീസ് എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ സ്റ്റോറേജ് ബോഡി എന്ന് പറയാം. നോൺ ലിവിങ് ആണ്. ഇത് ഏതൊക്കെയാവാം? ഇറ്റ് മേ ബി ഗ്യാസ് വാക്യൂൾ. ഇത് പർപ്പിൾ ബാക്ടീരിയത്തിൽ കാണുന്ന ഗ്യാസ് വാക്യൂൾ ആവാം. ബ്ലൂ ഗ്രീൻ ആൽഗയിൽ കാണുന്ന സയനോഫൈസിയൻ ഗ്രന്യൂൾ ആവാം. ഇപ്പൊ ഫോസ്ഫേറ്റ് സോലുബിലൈസിംഗ് ബാക്ടീരിയത്തിൽ കാണുന്ന ഫോസ്ഫറസ് ഗ്രന്യൂൾ ആവാം. അങ്ങനെ എന്തുമാവാം ഈ ഇൻക്ലൂഷൻ ബോഡി. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം, അതായത് DNA തുടങ്ങി ഞാൻ ഈ ബ്ലൂ കളർ കൊണ്ട് ലേബൽ ചെയ്തിരിക്കുന്നതെല്ലാം ഏത് കാറ്റഗറിയിൽ വരും? ഇതെല്ലാം സൈറ്റോപ്ലാസം എന്ന് പറയുന്ന ബ്രോഡ് കാറ്റഗറിയിൽ പെടുത്താം. ഓക്കെ, അപ്പോൾ സെൽ എൻവലപ്പ് കഴിഞ്ഞു, സൈറ്റോപ്ലാസം കഴിഞ്ഞു. അടുത്തതിലേക്ക് വരുന്നു. ഇനി നമ്മൾ പറയുന്നത് ഇതിന്റെ ഔട്ട്ഗ്രോത്ത് ആണ്. ഔട്ട്ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഔട്ട്ഗ്രോത്ത് ആണ് ഫ്ലജലം. ഇത് ഫ്ലജലമാണ്. ദിസ് വൺ ഈസ് കോൾഡ് ഫ്ലജലം. അപ്പോൾ ഞാനിവിടെ ലേബൽ ചെയ്യുന്നു ഫ്ലജലം എന്ന്. ആ ഫ്ലജലത്തിന് 3 പാർട്ടാണ്. ദ ബേസൽ ബോഡി, ഏറ്റവും വെളിയിൽ അല്ലെങ്കിൽ ഏറ്റവും ബേസൽ ബോഡി, ഫ്ലജലത്തിൽ കാണുന്ന ബേസൽ ബോഡി. ദെൻ ഇതിനെ നമ്മൾ ഹുക്ക് എന്ന് പറയും. ദെൻ ത്രെഡ് ഈസ് കോൾഡ് ഫിലമെന്റ്. ബേസൽ ബോഡിയും ഹുക്കും ഫിലമെന്റും ചേർന്നതാണ് ഒരു ഫ്ലജലം. ഇനി ആ ഫ്ലജലം കൂടാതെ പിന്നെ എന്തുണ്ടാവാം? നീഡിലേക്ക് സ്ട്രക്ചർ ഉണ്ടാവാം. ഇറ്റ്സ് കോൾഡ് ഫിംബ്രി. ആ നീഡിലേക്ക് സ്ട്രക്ചറിനെ ഫിംബ്രി എന്ന് പറയും. ഈ ഫിംബ്രി ഇപ്പൊ ഫ്ലജലം എന്തിനു സഹായിക്കും? ലോക്കോമോഷൻ, മൂവ്മെന്റിന് സഹായിക്കും. ഫിംബ്രി എന്തിനു സഹായിക്കും? ഫിംബ്രി എന്ന് പറഞ്ഞാൽ ഫിക്സ് ചെയ്യാൻ സഹായിക്കും, അറ്റാച്ച്മെന്റിന് സഹായിക്കും. പിന്നുള്ളത് എന്താ? ഒരു ട്യൂബ് പോലെ സ്ട്രക്ചറാണ്. ദാറ്റ് ഇസ് കോൾഡ് പിലി. ആ ട്യൂബിലേക്ക് സ്ട്രക്ചറിനെ നമ്മൾ പിലി എന്നാ പറയുക. എന്താ പിലി? ട്യൂബിലേക്ക് സ്ട്രക്ചറാണ് വിച്ച് ഹെൽപ്സ് ഇൻ എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയലിന്റെ എക്സ്ചേഞ്ചിന് സഹായിക്കും. അപ്പോൾ ഈ പറഞ്ഞ സ്ട്രക്ചർ എല്ലാം, അതായത് പിലി, ഫിംബ്രി, ഫ്ലജലം, ഇതിനെ 3നെയും കൂടെ ചേർത്ത് നമ്മൾ എന്ത് പേരാ വിളിക്കുക? ഔട്ട്ഗ്രോത്ത്. ഈസ് കോൾഡ് ഔട്ട്ഗ്രോത്ത്. ഇതിനെ നമ്മൾ ഔട്ട്ഗ്രോത്ത് എന്ന് പറയും. അപ്പോൾ ഒരു പ്രൊകാരിയോട്ടിക് സെല്ലിൽ സ്ട്രക്ചർ നമ്മൾ നോക്കിയാൽ ഇറ്റ് കണ്ടെയ്ൻ 3 മേജർ പാർട്സ്. പാർട്ട് നമ്പർ 1 സെൽ എൻവലപ്പ്, പാർട്ട് നമ്പർ 2 സൈറ്റോപ്ലാസം, തേർഡ് പാർട്ട്
ഔട്ട്ഗ്രോത്ത്. ഈ 3 പാർട്ട് ചേർന്നതാണ് ഒരു പ്രൊകാരിയോട്ടിക് സെൽ. അപ്പോൾ ഓൾറെഡി പ്രൊകാരിയോട്ടിക് സെല്ലിന്റെ സ്ട്രക്ചർ എന്താണെന്ന് പറഞ്ഞു. ആ സ്ട്രക്ചറിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം ലെവൽ ചെയ്തു. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രൊകാരിയോട്ടിക് സെല്ല് കഴിഞ്ഞു. ഇതാണ് സെക്കൻഡ് മൊഡ്യൂൾ. ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഡയഗ്രാം വേണമെങ്കിൽ വരയ്ക്കാം. ഈ മൊഡ്യൂൾ കേൾക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ടുള്ള പോർഷനിൽ റിപ്ലൈ ചെയ്യുക. ഡയഗ്രാം അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയഗ്രാം വരയ്ക്കണമെങ്കിൽ ഇത് എഴുതണമെങ്കിൽ അവിടെ പോസ് ചെയ്തിട്ട് എഴുതുക. ഈ മൊഡ്യൂൾ തീർന്നതിന് ശേഷം ടെക്സ്റ്റ് വായിക്കുക. ടെക്സ്റ്റിലെ മൊഡ്യൂൾ, അതായത് നമ്മൾ എവിടെ തുടങ്ങിയോ അവിടെ തുടങ്ങി തീർന്നത് വരെയുള്ള സെഷൻ വായിക്കാം. എന്നിട്ട് നമ്മൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യും. ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് പ്രൊകാരിയോട്ടിക് സെല്ലിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ഓരോ മൊഡ്യൂൾ കഴിയുമ്പോഴും നിങ്ങളത് നിർത്തി ടെക്സ്റ്റ് വായിച്ച്, ഇത് വീഡിയോ കണ്ട് ടെക്സ്റ്റ് വായിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുക. നമ്മൾ റിപ്പീറ്റേഴ്സിൻ്റെതായതുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. മുൻ വർഷങ്ങളിൽ വന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. ഈ ചാപ്റ്ററിൽ നിന്ന് എല്ലാ ക്വസ്റ്റ്യനും ചെയ്യുന്നില്ല, ബട്ട് ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്യും. കാരണം ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയാൽ ഏതെങ്കിലുമൊക്കെ ഉള്ള തരത്തിലുള്ള റിപ്പീറ്റേഷൻ ഉണ്ടാവും. അതുകൊണ്ട് അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് അങ്ങനെയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഇനി അടുത്ത മൊഡ്യൂളിലേക്ക് പോകും. ക്വസ്റ്റ്യൻ നമ്പർ 1, ദ മോട്ടൈൽ ബാക്ടീരിയ ആർ ഏബിൾ ടു മൂവ് ബൈ. മോട്ടൈൽ ബാക്ടീരിയ മൂവ് ചെയ്യുന്നത് ആർ ഏബിൾ ടു മൂവ് ബൈ ഓപ്ഷൻ 1 സീലിയ, ഓപ്ഷൻ 2 പിലി, ഓപ്ഷൻ 3 ഫിംബ്രിയ ആൻഡ് ഫ്ലജലം. മോട്ടൈൽ അല്ലെങ്കിൽ ബാക്ടീരിയയിൽ മോട്ടിലിറ്റിക്ക് സഹായിക്കുന്ന ഫ്ലജലമാണ്, ഓപ്ഷൻ 4 ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് സ്ട്രക്ചർ പെർഫോം ദ ഫംഗ്ഷൻ ഓഫ് മൈറ്റോകോൺഡ്രിയ ഇൻ ബാക്ടീരിയ. ബാക്ടീരിയയിൽ മൈറ്റോകോൺഡ്രിയയുടെ ഫംഗ്ഷൻ ചെയ്യുന്നത് മീസോസോം എന്ന് പറയുന്ന സ്ട്രക്ചറാണ്, ഓപ്ഷൻ 2. ക്വസ്റ്റ്യൻ നമ്പർ 3, വിച്ച് വൺ ഓഫ് ദ ഫോളോവിംഗ് ഈസ് നോട്ട് ആൻ ഇൻക്ലൂഷൻ ബോഡി ഫൗണ്ട് ഇൻ പ്രൊകാരിയോട്ട്. ഏതാണ് പ്രൊകാരിയോട്ടിൽ കാണുന്ന ഇൻക്ലൂഷൻ ബോഡി അല്ലാത്തത്? ഇൻക്ലൂഷൻ ബോഡി എന്ന് പറഞ്ഞാൽ സ്റ്റോറേജ് ബോഡിയാണ്. അതല്ലാത്തത് പോളിസോമാണ്, അത് ഇൻക്ലൂഷൻ ബോഡി അല്ല, RNA വിത്ത് റൈബോസോമാണ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോവിംഗ് സ്ട്രക്ചർ ഈസ് നോട്ട് ഫൗണ്ട് ഇൻ പ്രൊകാരിയോട്ടിക് സെൽ. പ്രൊകാരിയോട്ടിക് ഓർഗാനിസത്തിൽ അല്ലെങ്കിൽ പ്രൊകാരിയോട്ടിക് സെല്ലിൽ കാണാൻ പറ്റാത്ത സ്ട്രക്ചർ എന്ന് പറയുന്നത് ന്യൂക്ലിയർ എൻവലപ്പാണ്, ബാക്കിയെല്ലാം ഉണ്ടാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്ട്രക്ചർ ദാറ്റ് ഹെൽപ്സ് സം ബാക്ടീരിയ ടു അറ്റാച്ച് ടു റോക്ക് ആൻഡ് ഓർ ഹോസ്റ്റ് ടിഷ്യൂ ഈസ് കോൾഡ്. അതിനെ നമ്മൾ സാധാരണ ഫിംബ്രിയ എന്നാണ് പറയുക. സോ നീഡിലേക്ക് സ്ട്രക്ചറാണ്, അറ്റാച്ച്മെന്റിന് സഹായിക്കുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ക്രോമറ്റോഫോർ ടേക്സ് പാർട്ട് ഇൻ. നമ്മൾ തിയറിയിൽ പറഞ്ഞതാണ് ക്രോമറ്റോഫോർ എന്ന് പറഞ്ഞാൽ മീസോസോം വിത്ത് ക്ലോറോഫിൽ ആണ്, ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഇൻ ഫോട്ടോസിന്തസിസ്.